ഹലോ, ജാനീസ് വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാർജയിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണം. കുറച്ച് വിസയുടെ കാര്യങ്ങളും മെഡിക്കലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല മഴക്കോളാണോ എന്നറിയില്ല, ഇങ്ങനെ മൂടി കെട്ടിയിരിക്കുക കേട്ടോ. അപ്പോൾ മഴ വരുമോ എന്നും അറിയില്ല. അതിന് താഴെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പൊടിയൊക്കെ കാരണം ജനലൊന്നും തുറന്നിടാൻ പറ്റില്ല. അപ്പോൾ നല്ല തണുപ്പുമുണ്ട്, നല്ല തണുപ്പാണ്. ഞാൻ ഇത്രയും തണുപ്പൊന്നും ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര തണുപ്പാണ്. ഞാൻ മക്കൾക്കൊക്കെ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകാം. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു കുഞ്ഞ് വ്ളോഗും കൂടെ എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളെ വ്ളോഗൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു വ്ളോഗും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ റെഡിയായി, ഏട്ടൻ റെഡിയായി താഴെ ഇപ്പോണ്ട്. കുറച്ച് പേപ്പേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ ചേട്ടൻ അവിടെ ഉണ്ട്. മക്കളൊക്കെ ഒരുക്കി അവിടെ നിർത്തിയിട്ടുണ്ട്. രണ്ടുപേരെ സെറ്ററൊക്കെ ഇട്ടിട്ടാണ് നിർത്തിയേക്കുന്നത്. നല്ല തണുപ്പാണ്. കല്യാണിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്. ഈ തണുപ്പ് ഇത്രയും ആദ്യമായിട്ടല്ലേ അവൾ അതുകൊണ്ട് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടോ ഉണ്ണിക്കുട്ടൻ. രണ്ടുപേരും കൂടെ അങ്ങനെ കിടക്കും കേട്ടോ. വാ പോവണ്ടേ, വാ പോവാം, വാ അച്ഛൻ താഴെപ്പുണ്ട്. അങ്ങനെ കാറിൽ കയറി കേട്ടോ. രണ്ടുപേർക്കും സീറ്റ് ഉണ്ട്. കല്യാണി ഹായ് പറ. നാട്ടിൽ വെച്ച് ഇങ്ങനെ ഒന്നും ഇരിക്കത്തില്ല കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ ബേബി സീറ്റിങ്ങിൽ ഇങ്ങനെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ. കൊള്ളാവോ കല്യാണി? കൊള്ളാം. അപ്പം നമുക്ക് പോവാം, ടാറ്റ പോവാം. ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതും ഒക്കെ. അതിനിടയിൽ രണ്ടുപേരും നല്ല സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അടിയാവും, വീണ്ടും സ്നേഹവും, അങ്ങനെയുള്ളൊരു അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോൾ നല്ല നല്ല ഈ ജമന്തി ചെടികൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബുദാബിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കുറച്ചൊരു ലോങ് ഡ്രൈവാണ്. എത്ര ജബലലി കഴിഞ്ഞു. അവരൊക്കെ നല്ല ഉറക്കം കേട്ടോ. കല്യാണിയും ജാനിയും നല്ല ഉറക്കമാണ്. ഹലോ, അങ്ങനെ എമിറേറ്റ്സ് സൈഡിയുടെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല നാടൻ ഊണ് കിട്ടുന്ന എവിടെയാണെന്ന് നോക്കണം. അങ്ങനെ അവരൊക്കെ എണീറ്റു. കല്യാണിയും ജാനിയൊക്കെ എണീറ്റു. കല്യാണി കണ്ടേ ടാറ്റ ഇവിടെ കണ്ടോരുമില്ല. ഭയങ്കര നല്ലൊരു ആൾക്കാരൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ എംബ്രൈഡ് സൈഡിലുള്ള ആൾക്കാർ, സ്റ്റാഫുകളൊക്കെ. അങ്ങനെ ഇതിപ്പോൾ ദുബായിലാട്ടോ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മോൾ പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ കയറി. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നാടൻ ഊണൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻ്റ് കേട്ടോ. അവിടെ കയറി ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ വാഷ്റൂമിൽ പോയി കൈയൊക്കെ കഴുകി. ഒരു നാടൻ ഊണ പ്രതീക്ഷ, വേറെ ഒന്നും കഴിക്കുന്നില്ല, നാടൻ ഊണ് തന്നെ കഴിക്കുന്നത്. അപ്പോൾ ഈ മോളിൻ്റെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓരോരോ കടകളിലുണ്ട് കേട്ടോ. ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ്, ടോയ്സ്. അതുകൊണ്ടാണ് കല്യാണി പിടിച്ച് ചേട്ടൻ ഇവിടെ ഷോൾഡറിലോട്ടുള്ള ഇരുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ പോകുന്ന വഴിക്കൊക്കെ ഓരോരോ പാവകൾ എടുത്തുകൊണ്ട് വരുന്നത് കണ്ട്. ഓരോരോ നെക്ലേസൊക്കെ നല്ല ഭംഗിയായിട്ടോ, പക്ഷെ നല്ല വെറൈറ്റിയുമാണ്. കല്യാണി ഓ ചൈൽഡ് സീറ്റിലൊക്കെ ഇരിക്കുകയാണല്ലേ കല്യാണി. കല്യാണിക്ക് എന്താ വേണ്ടേ? ചോറ് വേണോ ബിരിയാണി വേണോ? രണ്ട് ബിരിയാണിയോ?
ഇല്ല അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ഈ റെസ്റ്റോറൻ്റ് അകത്ത് നല്ല കാമായിട്ടും നല്ല സ്റ്റാഫ്, നല്ല പെരുമാറ്റമൊക്കെ ഉണ്ടായിരുന്നു, നല്ല സ്റ്റാഫുകളും. ഈ ക്രിസ്മസ് ആയതുകൊണ്ട് ഇങ്ങനെ ചെറിയ കുഞ്ഞ് ബോൾസൊക്കെ തൂക്കിയിട്ടേക്കുന്നത്, നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് വന്നു. ചോറും തോരൻ, മെഴുക്കുവരട്ടി, മരിച്ചിനി, പിന്നെ കൂട്ടുകറി, പിന്നെ കല്യാണിക്കും ജാനിയും ഓംലേറ്റ് ആയിരുന്നു. അവർക്ക് തോരനും ഓംലേറ്റും വെച്ചായിരുന്നു അവർ കഴിച്ചത്. പിന്നെ ഞങ്ങൾ അത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഷോപ്പിങ്ങിന് കയറി. ഈ ഡ്രൈ സ്കിന്നാ മോൾക്ക്, ജാനിക്കുട്ടിക്ക്. അപ്പോൾ ഭയങ്കരമായിട്ട് ഈ തണുപ്പടിച്ചിട്ടാണെന്ന് അറിയില്ല, നന്നായിട്ട് ആ ഡ്രൈ കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്ലിസറിനും റോസ് വാട്ടറും ഒക്കെ മിക്സ് ചെയ്തിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് കയറി. അങ്ങനെ കുറച്ച് സാധനം. അപ്പോൾ ട്രോളി ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുമ്പോഴും കല്യാണി ഓരോരോ സ്ഥലത്ത് അച്ഛാ അത് വേണം, അച്ഛാ ഇത് വേണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. തുറക്കടാതെ പറ്റുള്ളേ. ഈ കാറിൽ പോകുമ്പോഴും ഞാനിങ്ങനെ പുറത്തോട്ടാട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് ഈ ചെടി, എനിക്ക് കൂടുതൽ ഞാൻ നോക്കുന്നത് ഈ ചെടികളൊക്കെ വച്ച് പിടിപ്പിച്ചിട്ട്, അയ്യോ അത് എന്ത് ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നോ. നിറയെ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് പൂക്കളുണ്ട്. ഞാനൊക്കെ അതിൽ കണ്ണു വെച്ചു കേട്ടോ. ഇങ്ങനെ ചെടികളിൽ ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ചിരിക്കുന്നതെന്നൊക്കെ, എന്ത് വളം തൊടുന്നതെന്നൊക്കെ. ഇനി ഇതുകൊണ്ട് ഇതാട്ടോ ടീ ടവറോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട് ചേട്ടൻ പറഞ്ഞത്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. രണ്ട് ബിൽഡിംഗ് ആയിട്ടാണ്, നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇതെന്തേട്ടാ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് പിന്നെ സിം എടുക്കണമായിരുന്നു, ഇവിടുത്തെ സിം ഇല്ലായിരുന്നല്ലോ. അങ്ങനെ സിമ്മൊക്കെ എടുത്തു. അതിനിപ്പോൾ നമ്മൾ തിരിച്ച് കാറിൽ കയറി. ഇനി കുറച്ച് ദൂരമുണ്ട് വീട്ടിലോട്ട്. ഞാനിടയിൽ മുട്ടായിയൊക്കെ സാധനം മേടിക്കാൻ കയറിയപ്പോൾ മുട്ടായിയൊക്കെ മേടിച്ചായിരുന്നു. ഗ്ലിസറിനൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് കടലിലൊക്കെ കയറി ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ ഒന്ന് ചെയ്തു. ഇനി വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കടയിൽ ചോറിറക്കാൻ കയറിയപ്പോഴും അവിടെ കടയിൽ നിൽക്കുന്ന ആൾക്കാർ ഷൂ എന്നാണ് ഒരു വിളിച്ചുകൊണ്ടിരുന്നത്. ആ കാണുന്നതാണ് കോയിൻ ബിൽഡിങ്. കോയിൻ ഷേപ്പിലിരിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു കോയിൻ ബിൽഡിങ്. ഹലോ, അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഷാർജ ടു അബുദാബി നല്ല ദൂരം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി 9 മണിയായി തിരിച്ചെത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റായി. ഇനി രാത്രിയിലത്തേക്കുള്ളത് ഉണ്ടാക്കണം. അല്ലെങ്കിൽ അതിനൊക്കെ കുറച്ച് ഇനി മക്കളെയൊക്കെ കുളിപ്പിക്കണം. ഇത്രയും നേരം എടുത്തില്ലേ, ഞാൻ ആകെപ്പാടെ ടയേർഡുമായി. ഇത്രയും നേരം ലോങ് ഡ്രൈവും കുറേ നേരം ഇരുന്ന് വണ്ടി ഓട്ടിച്ച് ചേട്ടൻ മടുത്ത്. ഈ രാത്രിയിലത്തേക്ക് ഒന്നും ഉണ്ടാക്കിയില്ല, ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. രാവിലെ പൂരിയായിരുന്നു ഉണ്ടാക്കിയത്. ഇനി രാത്രിയിലത്തേക്കും എല്ലാം ഉണ്ടാക്കണം. പിന്നെ മക്കളെയൊക്കെ ഒന്ന് കുളിപ്പിക്കണം. രാവിലെ ഇറങ്ങി പോയതല്ലയോ, ഒന്നും ചെയ്തില്ല, കുളിക്കാതൊക്കെയാണ് പോയത്. അപ്പോൾ വന്നിട്ട് എന്തായാലും കുളിപ്പിക്കണം, പുറത്തൊക്കെ പോയതല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറേ നാളൊരു വ്ളോഗ് എടുത്തിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചത്. ആദ്യമായിട്ട് വ്ളോഗ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വേറൊരു വീഡിയോസായിട്ട് കാണാം. ടാറ്റാ.